സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യെഹെസ്കേലിന്റെ പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനമെന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തെ ചതിച്ചിരിക്കൊണ്ട്. പിന്നെന്താണ് വായിക്കുന്നത്? അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശിക്കളയുന്നത് കൊണ്ടും. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ ഇതിൽ നിന്ന്? മണ്ണ് വെച്ച് നിങ്ങളൊരു ചുമർ നിർമ്മിച്ചിട്ട് പാസ്റ്ററെ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ ഓക്കെ, പാസ്റ്റർ സിമന്റ് പൂശി പ്രാർത്ഥിക്കുന്നു. ആ വീട് നിലനിൽക്കുമോ? മൺചുമർ നിർമ്മിച്ചിട്ട് പാസ്റ്ററോട് പ്രാർത്ഥിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. മണ്ണ് പോലെയുള്ള വിവാഹബന്ധം ഏർപ്പെട്ടിട്ട് ദൈവദാസനോട് പറയുന്നു, ദൈവദാസൻ വിശുദ്ധ വിവാഹം കഴിപ്പിക്കുന്നു. ദൈവദാസൻ പിന്നെ പ്രാർത്ഥിക്കുന്നു. പിന്നെന്താണ് ദൈവദാസന്മാരുടെ പണി? അതാണല്ലോ. ഇന്ന് ദൈവദാസന്മാർ നേരെയാണെങ്കിൽ നിങ്ങളും നേരെയായിരിക്കാനിടയാകും. അതല്ലാതെ ഈ കാലത്തെ പോലെ മനുഷ്യരുടെ ഇഷ്ടമനുസരിച്ച് തുള്ളുന്ന ദൈവദാസന്മാരാണെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ രാജ്യം വിസ്താരമാകില്ല. നിശ്ചയമായിട്ടും ദൈവഹിതത്തിൽ ഉറച്ചു നിൽക്കുന്ന ദാസന്മാരായിരിക്കണം. ഈ ദിവസം ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുന്നു എങ്കിൽ, യഥാർത്ഥമായി നിങ്ങൾ ആത്മീയമായി വളരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പുകഴ്ത്തിപ്പറഞ്ഞ്, നിങ്ങളെ പൊക്കിപ്പറഞ്ഞ്, നിങ്ങളെ സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കുന്ന ഒരു ദൈവദാസൻ ഞാൻ ആയിരിക്കുകയില്ല. നന്മ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൻ മുറിവ് വരുത്തുന്നു, ശത്രു ചുംബിച്ചിട്ട് കടന്നു പോകുന്നു. ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കാനിടയാകും. മുറിപ്പെടുത്തുന്നതും അവനാണ്, മുറിവ് കെട്ടുന്നതും അവൻ തന്നെ ആകുന്നു. എന്തിനാണ് നമ്മെ മുറിപ്പെടുത്തുന്നത്? നമ്മുടെ ശരീരത്തിലുള്ളതായ അനാവശ്യമായ ആ ദോഷത്തെ, മാലിന്യത്തെ മാറ്റുന്നതിന് വേണ്ടിയാണ്. ഡോക്ടർ എന്തിനാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്? ശരീരത്തിൽ ഒരു അവയവത്തിന് കേട് സംഭവിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധിച്ചുകൊണ്ട് ആ ശരീരത്തിന്റെ അവയവത്തിന് കേടുപറ്റിയിരിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർമാർ വന്നിട്ട് ആ ഓപ്പറേഷൻ ചെയ്തിട്ട് അദോഷമായിരിക്കുന്നതായ ഭാഗം മാറ്റിവെക്കുന്നത്. പിന്നീട് തുന്നിക്കെട്ടിയ ശേഷമാണ് സൗഖ്യമുണ്ടാകുന്നത്. ഈ കാലത്ത് അകത്തുള്ളതായ പാപം നീ മാറ്റാതെ പ്രാർത്ഥന ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സൗഖ്യം വരുന്നത്? ചെറുപ്പകാലത്ത് എൻ്റെ വല്യമ്മ എന്നെ ദൈവദാസന്മാർ ആരെങ്കിലും വരികയാണെങ്കിൽ അവർ മുൻപിൽ കൊണ്ട് തല താഴ്ത്തിയിട്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അതുപോലെ ഇന്ന് ദൈവദാസന്മാരുടെ മുൻപിൽ ചെന്നിട്ട് അവരെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ചാൽ അനുഗ്രഹം വരുമോ? വരില്ല. അവർ തലയിൽ കൈവയ്ക്കുമ്പോൾ നിന്റെ ഹൃദയം പിടയ്ക്കണം. കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപം നിനക്ക് ഓർമ്മ വരണം. നിന്നിൽ ദുരാത്മാവുണ്ടെങ്കിൽ അത് വെളിയിൽ പോകണം. നിന്നിൽ അന്ധകാരത്തിന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അഴിഞ്ഞു പോകണം. പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകണം. നിനക്ക് അനുതാപമുണ്ടാകണം. അതാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ നിനക്ക് വലിയ വിടുതൽ സംഭവിക്കും. അങ്ങനെയെങ്കിൽ നിനക്ക് വർഷാവർഷം പ്രാർത്ഥിപ്പിക്കേണ്ടതായ കാര്യമില്ല. ഓരോ ആഴ്ചകളിലും വന്നിട്ട് പ്രാർത്ഥിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു തവണ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറും. നിനക്ക് ദൈവത്താൽ ഒരു വിടുതൽ സംഭവിക്കുകയാണെങ്കിൽ ആ വിടുതൽ പ്രാപിച്ചുകൊണ്ട് നിനക്ക് വിശ്വാസം വർദ്ധിച്ചിട്ട് നീ മറ്റുള്ള അനേകർക്ക് സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി, വിടുതൽ കൊടുക്കുന്നതിന് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ഇടയാകും. എന്നാൽ ഇന്ന് അനേകം ആളുകളും മൺചുവരിന് കുമ്മായം പൂശുന്നവരാണ്. ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ ഒരു സഹോദരൻ വിളിച്ചു, രാവിലെ ദൈവദാസ, ഞങ്ങളുടെ വീടിന് അടിസ്ഥാനം ഇടുകയാണ്, അങ്ങ് പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറഞ്ഞു. കറക്റ്റ് 7 മണി സമയത്ത് നല്ല ഒരു ദൈവദാസൻ വന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മൺചുവരിന് കുമ്മായം പൂശുകയാണ്. എന്താണ്? മണ്ണും ആവശ്യമാണ്, സിമെന്റും ആവശ്യമാണ്. നിങ്ങൾ മണ്ണും സിമെന്റും കൂടെ കൂട്ടി ഒരു ബിൽഡിംഗ് നിർമ്മിച്ചാൽ നിൽക്കുമോ? എന്താണ്? ഈ അന്ത്യകാലത്ത് അന്ന് ദാനിയേൽ ദർശനത്തിൽ കണ്ട ബിംബത്തിന് അതിന്റെ തല സ്വർണവും ശരീരം വെള്ളിയും താമ്രവും, അതിനുശേഷം വരുമ്പോൾ ഇരുമ്പും, കാൽഭാഗത്തേക്ക് വരുമ്പോൾ മണ്ണും ഇരുമ്പും കൂടി കൂടിച്ചേർന്നതാണ്. മണ്ണും ഇരുമ്പും തമ്മിൽ കൂടിച്ചേരുമോ? ഒരിക്കലുമില്ല. ഈ കാലത്ത് എങ്ങനെയാണ്? ഭക്തിയും വേണം, ലോകവും വേണം. ഭക്തിയും വേണം, ലോകത്തിന്റെ ഇഷ്ടവും വേണം. ഇത് നടക്കില്ല. ഒന്നുകിൽ ശീതവാനായിരിക്കുക, അല്ലെങ്കിൽ ഊഷ്ണവാനായിരിക്കുക. ശീതോഷ്ണവാനാകുവാൻ പാടില്ല എന്ന് പറയുന്നു. എത്ര കാലം നിങ്ങൾ 2 ദൈവത്തെ സേവിക്കും? യഹോവ ദൈവമാകുന്നുവെങ്കിൽ യഹോവയെ സേവിക്കുക, ബാൽ ദൈവമാകുന്നുവെങ്കിൽ ബാലിനെ സേവിക്കുക. അല്ലാതെ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ മൗനമായിരിക്കുമെന്ന് ജനത്തോട് ചോദിച്ചു. അപ്പോൾ അവർ യെസ് എന്നും പറഞ്ഞില്ല, നോ എന്നും പറഞ്ഞില്ല. ഈ കാലത്തും അതുപോലെയാണ്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ വേണമോ? ഞങ്ങൾക്ക് വേണം, എല്ലാവർക്കും വേണം. എങ്കിൽ നിങ്ങൾ ഇന്ന കാര്യം ഉപേക്ഷിക്കൂ. അതെങ്ങനെയാണ്? അത് നടക്കുകയില്ല, അത് ശരിയാവില്ല. യേശുക്രിസ്തുവിനെ ഞാൻ ഈ കക്ഷത്തിൽ വെക്കും, ഈ പാപമാണെങ്കിൽ ഞാൻ ഈ കക്ഷത്തും എടുത്തു വെക്കും. എനിക്ക് രണ്ടും വേണം. രണ്ടും നഷ്ടപ്പെടുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ശ്രദ്ധിക്കുക, ഇത് നടക്കുകയില്ല. അത് മൺചുമരാണ്, അത് നശിച്ചു പോകും. അത് കാറ്റ് വന്നാൽ, വെള്ളം വന്നാൽ നശിച്ചു പോകുന്നതാണ്. അത് ഒരിക്കലും നിലനിൽക്കുന്നതല്ല. എന്നാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എല്ലാം തന്നെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു. കാറ്റ് വന്നു, മഴ വന്നു, എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കിയാൽ ആ വീട് കുലുങ്ങിപ്പോകുവാൻ ഇടയായില്ല.
നിന്റെ ഭക്തി ആഴത്തിൽ നിന്ന് വരണം. പാപത്തിൽ നിന്ന് പശ്ചാത്താപം, അനുതാപം കൂടാതെ നമുക്ക് പാപക്ഷമ ലഭിക്കില്ല. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പാപത്തിന് പരിഹാരം, ശാപത്തിന് പരിഹാരം ചെയ്തതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ദൈവകൃപയിൽ എനിക്ക് ഒരു രോഗവും തന്നെ ഇല്ല. എന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ട് എന്ന് വിചാരിക്കുക, എന്നാൽ അതിന് മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആ രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആ രോഗി അതറിഞ്ഞിട്ട് ആ മരുന്ന് ഉപയോഗിക്കാതെ വീട്ടിലിരുന്നിട്ട് സുഖമായി കിടക്കുകയാണെങ്കിൽ അവന്റെ രോഗം മാറുമോ ഇല്ലയോ? പറയുക. എന്താണ് ചെയ്യേണ്ടത്? അവിടേക്ക് ചെന്നിട്ട് എനിക്ക് ഇന്ന രോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് കിടന്നുറങ്ങണം. അങ്ങനെയാണോ? എന്താണ് ചെയ്യേണ്ടത്? ചിലർ പറയും, യേശുവിൻ്റെ ഒരു ഫോട്ടോ തരികയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഒട്ടിച്ചു വെക്കാനാണ്. യേശുവിൻ്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ രക്ഷ വരുമോ? ചിലർ പറയാറുണ്ട്, ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ തരണം, എനിക്ക് പലപ്പോഴും ഭയമുണ്ടാകുന്നു, എനിക്ക് തലയ്ക്ക് വെച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാണ്. അതെന്തുകൊണ്ടാണ്? ബൈബിൾ കൊണ്ടുവന്ന് നിന്റെ തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങിയാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാകുമോ? ദൈവത്തിന്റെ ദാസന്മാർ എന്താണ് പറഞ്ഞത്? അവന്റെ വചനം ധ്യാനിക്കണം. എസ്കലിനോട് പറഞ്ഞു, അവന്റെ വചനം ധ്യാനിക്കുക, ഭക്ഷിക്കുക, എന്റെ വചനം ഹൃദയത്തിൽ ഗ്രഹിക്കുക, അത് ഭക്ഷിക്കുക. ആ സമയത്ത് നിന്റെ ഹൃദയത്തിൽ യഥാർത്ഥ വിശ്വാസം ഉണ്ടാകും. ഇന്ന് നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, എനിക്ക് സ്ഥിരമായ രക്ഷയുടെ അനുഭവം വേണം? ഒറ്റത്തവണ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ജീവിതത്തിന്റെ അവസാനം വരെ അവന്റെ ശക്തമായ സാക്ഷിയായിട്ട് നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. എൻ്റെ ജീവിതത്തിൽ ഒറ്റത്തവണ ഞാൻ രക്ഷയുടെ അനുഭവം പ്രാപിച്ചുള്ളൂ. അതിനുശേഷം ഇപ്പോൾ വരെയും എൻ്റെ പ്രായം മാറി, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറി, ഞാൻ വിവാഹിതനായി, ഞാൻ കുടുംബസ്ഥനായി, എനിക്ക് കുട്ടികളുണ്ടായി, ഞാനിപ്പോൾ പ്രായമുള്ളവനായിരിക്കുന്നു. എന്നാൽ അന്നു മുതൽ ഇന്നു വരെയും എൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിന് അല്പം പോലും കുറവുണ്ടായാൽ അന്ത്യം വരെ വിശ്വസ്തയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോക്കുന്നില്ല, മുൻപിൻ നോക്കുന്നില്ല. നമുക്കറിയാം, സാധു സുന്ദർ സിംഗ് രക്ഷിക്കപ്പെട്ടു, എന്നാൽ അന്ത്യം വരെയും വിശ്വസ്തയോടെ അദ്ദേഹത്തിന് ജീവിക്കുവാൻ കഴിഞ്ഞു. നീ ഒരു തവണ രക്ഷയുടെ അനുഭവം പ്രാപിച്ചോ? ആഴമായ രക്ഷയുടെ അനുഭവം നീ ജീവിതത്തിൽ പ്രാപിച്ചെങ്കിൽ നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള, നിന്റെ ജീവിതത്തിൽ നാശം കൊണ്ടുവരുന്നത് പിശാചിനെ നോക്കുക. അവൻ വളരെ തന്ത്രശാലിയാണ്. എല്ലാവരെയും ഒരേ പാപത്താൽ അവൻ ശോധിക്കുകയില്ല. ചിലർക്ക് വ്യഭിചാരത്തിന്റെ ആസക്തിയായിരിക്കും, നിനക്കത് പക്ഷേ കാണുകയില്ലായിരിക്കാം. മറ്റു ചിലർക്കാണെങ്കിൽ പണം 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 പണം, ഏതു സമയത്തും കഴിക്കാനോ ഉറങ്ങാനോ പോലും മെനക്കെടത്തില്ല. പണം സമ്പാദിക്കണം, എപ്പോഴും സമ്പാദ്യം സമ്പാദ്യം സമ്പാദ്യം, അത് മാത്രമേ ഓർമ്മയുള്ളൂ. ചില വ്യക്തികൾക്കാണെങ്കിൽ എപ്പോഴും വ്യഭിചാരത്തിന്റെ ചിന്തകളായിരിക്കണം. അതിനുവേണ്ടിയാണ് അവൻ നടക്കുന്നത്, അതാണ് ചിന്തിക്കുന്നത്. അതിനുവേണ്ടി അവൻ നെറ്റ് ഓൺ ചെയ്ത് നോക്കും, അതിനുവേണ്ടിയാണ് അവൻ TV കാണുന്നത്, അതിനുവേണ്ടി അവൻ പുസ്തകങ്ങൾ വായിക്കുന്നു, അതിനുവേണ്ടി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, അതിനുവേണ്ടി അവൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങുന്നു, ആളുകളെ നോക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ പോകുന്നു. ഏതു നിമിഷവും അത് തന്നെയാണ് അവന്റെ ചിന്ത. ഈ വ്യഭിചാരം എന്നത് വലിയ ഒരു ദുരാത്മാവിന്റെ ശക്തിയാണ്. അതുപോലെ നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. അത് ചില ആളുകളാണെങ്കിൽ പിശുക്കാണ്, ഏതോ സമയത്തും പിശുക്കിന്റെ സ്വഭാവമാണ്. എന്താണ് സംഭവിക്കുന്നത്? നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിന്റെ പിശുക്കിന്റെ സ്വഭാവമാണെങ്കിൽ അത് മാറിപ്പോകേണ്ടതാണ്. നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നീ എത്ര വലിയ പിശുക്കനാണെങ്കിലും അതിൽ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം. നീ വ്യഭിചാരത്തിന്റെ ചിന്തകളുള്ള, അശുദ്ധിയുള്ള മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ ആ ചിന്തകളെല്ലാം മാറിയിട്ട് ശുദ്ധ ഹൃദയമുള്ള ഒരു വ്യക്തിയായിട്ട് നീ മാറേണ്ടതാണ്. അഗസ്ത്യൻ എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വ്യഭിചാരം ചെയ്യുവാൻ ഇഷ്ടമുള്ളതായിരുന്ന വ്യക്തി, പാപം ചെയ്ത് ജീവിച്ചവൻ, ഒരുപാട് പാപം ചെയ്ത് അവന്റെ ജീവിതത്തെ നശിപ്പിച്ചിരുന്നു. അവന്റെ മാതാവ് മൗനിക 33 വർഷമായിട്ട് തന്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നെ സമർപ്പിച്ചത്? എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ പാപത്തിൽ മുങ്ങി നിവർന്ന് ജീവിക്കുവാൻ ഇടയായി. എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ വചനം ഒരു വീതിയിൽ കൂടി കേൾക്കുന്ന സമയത്ത് ഒരു വേശ്യയുടെ വീടിന്റെ മുമ്പിൽ കൂടി അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. ഏതായാലും പോകുന്ന സമയത്ത് വചനം കുറച്ച് കേട്ടിട്ട് പോയി കളയുമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നതായ സമയത്ത് സുവിശേഷ മീറ്റിംഗിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയും അവിടെ സംഗീത വിരുന്നുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംഗീതം കേൾക്കുന്നതിന് വേണ്ടി അവിടെ അല്പസമയം അദ്ദേഹം ചിലവഴിച്ചു. അവിടെ കുറച്ചു നേരം നിന്നിട്ട് അദ്ദേഹം ഗാനങ്ങളെല്ലാം കേൾക്കുവാനിടയായി. അതിനുശേഷം അദ്ദേഹം മുൻപോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ദൈവദാസൻ വചനം പറയുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം മുൻപോട്ട് പോകുവാനായിട്ട് ചുവട് വെച്ചു. എന്നാൽ അദ്ദേഹത്തിന് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കാലുകൾ ആരോ പിടിച്ച് തറച്ചു നിർത്തിയിരിക്കുന്ന പോലെ അദ്ദേഹം നിൽക്കാനിടയായി. അപ്പോൾ അവിടെ നിന്ന് കേട്ടതായ വചനം അവന്റെ ഹൃദയത്തെ തകർക്കുവാനിടയായി. എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും. പരസ്യമായ പാപമാണെങ്കിലും രഹസ്യമായ പാപമാണെങ്കിലും ആ പാപത്തെ ഓർത്തുകൊണ്ട് നീ പശ്ചാത്തപിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഈ സമയത്ത് ദൈവത്തിന്റെ വചനം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ വചനം നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ നീ അനുവദിച്ചാൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വേറു വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും
ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു എന്ന് വചനം പറയുന്നു. നിന്റെ ഹൃദയത്തെ അറിയുന്നതാണ്, നിന്റെ ചിന്തകളെ വേർതിരിക്കുന്നതാണ്. എന്താണ് നിന്റെ യഥാർത്ഥമായ സ്വഭാവം, നിന്റെ യഥാർത്ഥമായ വ്യക്തിത്വം എന്താണ്? നീ നിന്നെക്കുറിച്ച് നല്ല വ്യക്തിയെന്ന് ചിന്തിക്കുന്നു, എന്നാൽ നിന്റെ മനസ്സിന്റെ രീതി എന്താണ്? നിന്റെ ജീവിതത്തിലെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്ന് ഒരു വ്യക്തി ചോദിക്കാനിടയായി. നീ ആരുമില്ലാതെ ഏകനായിരിക്കുന്നതായ സമയത്ത് നീ ആരാണോ ആയിരിക്കുന്നത് അതാകുന്നു നിന്റെ യഥാർത്ഥ വ്യക്തിത്വം. ഏകനായിരിക്കുമ്പോൾ നീ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു? നിന്റെ ആലോചനകൾ എന്തൊക്കെയാണ്? അവയെ നീ പരിശോധിച്ചറിഞ്ഞുകൊണ്ട് അത് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ അവയെ നീ നേരെയാക്കുകയാണെങ്കിൽ, ആ ബലഹീനതകളെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുകയാണെങ്കിൽ നിനക്ക് സമാധാനമുണ്ടാകും. പുറമേ മരുന്ന് വെച്ച് കെട്ടുന്നത് കൊണ്ട് സൗഖ്യമുണ്ടാകില്ല. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് മൺചുമരിന് വെള്ളപൂശുന്നത് പോലെ നിന്റെ പ്രവൃത്തിയുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വരണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകില്ല. നീ പുറമെ വെള്ളപൂശിയവനായിരുന്നിട്ട് നിന്റെ ഹൃദയത്തിൽ നീ നശിച്ച അവസ്ഥയിലാണെങ്കിൽ, മോശമായ അവസ്ഥയിലാണെങ്കിൽ, അവസാനം നിന്റെ ജീവിതം അഗ്നി നരകത്തിലായിരിക്കും എന്നുള്ളതായ സത്യം നിങ്ങൾ മറന്ന് പോകരുത്. അഗ്നി പോലുള്ള അവന്റെ വചനം നമ്മുടെ മധ്യയിൽ സഞ്ചരിക്കുന്നു. ചുറ്റിക പോലുള്ള അവന്റെ വചനം നമ്മുടെ മധ്യയിൽ സഞ്ചരിക്കുന്നു. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളത്, അസ്ഥി മഞ്ചകളെ പോലും തുളച്ചു ചെല്ലുന്നതായ അവന്റെ വചനം നമ്മുടെ മധ്യയിൽ സഞ്ചരിക്കുമ്പോൾ നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ പാടില്ല. നിന്റെ ഹൃദയം നീ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നിരന്തരമായിട്ടുള്ളതായ സമാധാനം, ശാശ്വതമായ സമാധാനം നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യമാകുന്നുവെങ്കിൽ ഈ ദിവസം പൂർണ്ണമായിട്ട് നിന്നെ തന്നെ ദൈവസന്നിധിയിൽ നീ ഒന്ന് പരിശോധിക്കണം. നിന്നെ ബലഹീനമാക്കിക്കൊണ്ടിരിക്കുന്നതായ, നിന്നെ പരീക്ഷയിൽ അകപ്പെടുത്തി വീഴ്ത്തിക്കളയുന്ന നിന്റെ പാപത്തെ ഇന്നു തന്നെ ഇവിടെ വെച്ച് ഉപേക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദയവ് ചെയ്ത് നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ അവസാന നിമിഷത്തിൽ ഇനിയും കുലുക്കമില്ലാത്തതായ ആളുകൾ, ഇനിയും ഹൃദയത്തിൽ മാറ്റമില്ലാത്തവർ, ഇപ്പോഴും ഹൃദയം കല്ലുപോലെ ആയിരിക്കുന്നവർ, ദൈവം പറയുന്നു, നീ തന്നെയാണ് ആ മനുഷ്യൻ. നിന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നീ തന്നെയാകുന്നു ആ വ്യക്തി. ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ തെറ്റു ചെയ്തിരിക്കുന്നു എന്ന് ദാവീദിനെ പോലെ നിനക്ക് ഏറ്റുപറയാൻ കഴിഞ്ഞാൽ നീ അനുഗ്രഹീതനാകും. പ്രിയ സഹോദരി, സഹോദര, പുറമേ മാത്രമുള്ള ഭക്തിയാൽ എത്ര കാലം നിനക്ക് ജീവിക്കുവാൻ കഴിയും? ശുദ്ധീകരിക്കപ്പെടാത്ത ഹൃദയവുമായിട്ട് എത്ര കാലം നിനക്ക് ജീവിക്കുവാൻ കഴിയും? കർത്താവിന്റെ അഗ്നി, പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിന്നിലെ മാലിന്യത്തെ കത്തിച്ചു കളയുവാൻ ഒരുങ്ങിയിരിക്കുന്നു. കർത്താവേ, എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ആ കാലത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാല് യെശയ്യാവിന്റെ നാവിന്മേൽ തൊട്ടതുപോലെ ഇന്ന് എന്റെ നാവിനെ നീ തൊടുമാറാകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് കർത്താവിനോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. വ്യഭിചാരത്തിന്റെ ചിന്തകളും ആലോചനയും ഇനിയും ഒരിക്കലും എന്റെ ഹൃദയത്തിൽ വരുവാൻ പാടില്ല കർത്താവേ. കർത്താവിനോട് ചോദിക്കുക. ഒരു അത്ഭുതം അവൻ ചെയ്യാൻ പോകുന്നു. ഒരു സ്ഥിരമായ വലിയ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഇന്ന് അവൻ ചെയ്യാൻ പോവുകയാണ്. ആഴമായ ദൈവത്തിന്റെ കൃപയാൽ, സ്ഥിരമായ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, ഇതിനു മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത വണ്ണമുള്ള സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ, ഉല്ലാസത്തിന്റെ, കോശത്തിന്റെ, ജയത്തിന്റെ അനുഭവത്തോടുകൂടി നമ്മുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് തിരികെ ചെന്ന് അന്ത്യം വരെയും അവന്റെ സാക്ഷികളായിട്ട് നമുക്ക് ജീവിക്കാം. അതിനെന്നെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് ചോദിക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ സമയത്ത് എല്ലാ ജീവിതങ്ങളിലുമുള്ളതായ അന്ധകാരത്തിന്റെ വ്യാപാര ശക്തികളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ഭത്സിച്ചഴിക്കുന്നു. ഇപ്പോഴും തകരാതിരിക്കുന്ന ഓരോ പാറയായിരിക്കുന്ന ഹൃദയത്തിന്റെയും ദൈവത്തിന്റെ വചനമാകുന്ന ചുറ്റിക കൊണ്ട് തകർക്കുകയാണ്. ഇപ്പോഴും ശുദ്ധീകരിക്കപ്പെടാതിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കുകയാണ്. ഇപ്പോഴും മണ്ണുകൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ, പുറമേയുള്ള ഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ എല്ലാ ഹൃദയങ്ങളെയും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കുകയാണ്, കഴുകുകയാണ് കർത്താവേ. തീക്ഷ്ണതയുള്ളവരായിട്ട്, പരിശുദ്ധരായിട്ട്, ക്രിസ്തുവുള്ളവരായിട്ട്, യേശുവിൻ്റെ സമാധാനമുള്ളവരായിട്ട്, ദൈവത്തോടും മനുഷ്യരോടും സമാധാനമുള്ളവരായിട്ട്, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന പൈതലായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കേണ്ടതിന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ.
அது நீசரின் தரிசனம், தேவ நேசத்தின் தரிசனம், கல்வாரி தரிசனம், அது நீசரின் தரிசனம், தேவ நேசத்தின் தரிசனம். യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ